15,000-ത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിന്റെ ഉയർന്ന പ്രദേശത്ത് ഒരു യോഗി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം എവിടെ നിന്ന് വന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളെക്കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ രൂപം അസാധാരണമായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടി. അവർ കാത്തുനിന്നു. അദ്ദേഹം എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അവർ കരുതി. പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. വെറുതെ നിശ്ചലനായിരുന്നു. 7 പേർ മാത്രം അവിടെ അവശേഷിച്ചു. ഇതൊരു വലിയ അത്ഭുതമാണെന്ന് ആ 7 പേർ തിരിച്ചറിഞ്ഞു. കാരണം ഭൗതികമായ പ്രകൃതത്തെ അതിജീവിച്ച ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കൂ. അവർ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത എന്തോ ഒന്ന് അങ്ങ് അനുഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദയവായി അത് ഞങ്ങളെ പഠിപ്പിക്കൂ. അപ്പോൾ അദ്ദേഹം അവർക്ക് ലളിതമായ ചില തയ്യാറെടുപ്പ് പരിശീലനങ്ങൾ നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വയം തയ്യാറെടുക്കുക, നമുക്ക് നോക്കാം. അവർ അതിനായി തയ്യാറെടുത്തുകൊണ്ടേയിരുന്നു. മാസങ്ങൾ വർഷങ്ങളായി, വർഷങ്ങൾ പതിറ്റാണ്ടുകളായി, അങ്ങനെ 84 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം അവരെ നോക്കി. ആ 7 പേരും വെട്ടിത്തിളങ്ങുകയായിരുന്നു. അവർ സ്വീകരിക്കാൻ പ്രാപ്തരായിരുന്നു. പ്രകൃതിയുടെ ലളിതമായ നിയമങ്ങൾ ശാശ്വതമായ തടസ്സങ്ങളല്ല എന്ന് മനുഷ്യരാശി ആദ്യമായി ഓർമ്മിപ്പിച്ചത് അന്നാണ്. നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവയെ മറികടക്കാം. അദ്ദേഹം ഈ ആശയം നൽകുക മാത്രമല്ല, അവിടേക്ക് എങ്ങനെ എത്താം എന്നതിനായുള്ള മാർഗങ്ങളും നൽകി. അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയതുമില്ല. അതിനാൽ അവർ അദ്ദേഹത്തെ ആദിയോഗി എന്ന് വിളിച്ചു. ആദിയോഗി എന്നാൽ ആദ്യത്തെ യോഗി എന്നർത്ഥം.